ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ചിന്നയുമായി തെളിവെടുപ്പ് നടത്തിയ പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലെ വിവിധയിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത്. പരിശോധന തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിക്കാനും നീക്കമുണ്ട്. ചിന്നയ്യ കോടതിയിൽ നൽകിയ തലയോട്ടി എവിടെ നിന്ന് ലഭിച്ചു? എല്ലാ അന്വേഷണങ്ങൾക്കും തുടക്കമിട്ട ആ തലയോട്ടിക്ക് പിന്നിലെ സത്യമെന്ത്? SIT അന്വേഷണം കറങ്ങുന്നത് ആ തലയോട്ടിക്ക് ചുറ്റുമാണ്. ചിന്നയ്യയെ ഇന്നലെ ബംഗളൂരുവിലെത്തിച്ചു. ആക്ഷൻ കമ്മിറ്റി അംഗം ജയന്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. ചിന്നയ്യ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ജയന്തും സമ്മതിക്കുന്നു. നേരത്തെ ആക്ഷൻ കമ്മിറ്റി തലവൻ മഹേഷ് ഷെട്ടി തിമറോഡിയുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. മറ്റൊരംഗം ഗിരീഷ് മട്ടന്നവരുടെ വീട്ടിലേക്കും SIT സംഘം എത്തുമെന്നാണ് വിവരം. 2014 ധർമ്മസ്ഥലയിൽ നിന്ന് മടങ്ങിയതിനു ശേഷം ഇയാൾ തമിഴ്നാട്ടിൽ താമസിച്ചിരുന്നു. ഇവിടെയും പരിശോധന നടത്തും. ചിന്നയ്യയുടെയും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുടെയും ഡൽഹി യാത്ര സംബന്ധിച്ചുള്ള വിവരങ്ങളും SIT ശേഖരിക്കുന്നുണ്ട്. തലയോട്ടിയുടെ ഉറവിടം വഴി ഗൂഢാലോചനയുടെ ചുരുളഴിക്കാമെന്നാണ് SITയുടെ പ്രതീക്ഷ. അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.